ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് ചെയ്യുന്ന വീഡിയോ ഒരു കനലാട്ടം എന്നൊരു നമ്മുടെ ഒരു ആചാരമാണ്. ഇത് നോർത്ത് പറവൂർ അമ്മൻകോവിലുണ്ട്, ഉച്ചീനി അമ്മൻകോവിൽ എന്നാണ് പറയുന്നത്. അത് കൂടുതലും തമിഴ് നാട്ടിൽ നിന്ന് ഇവിടെ ഒന്ന് സെറ്റിൽ ചെയ്ത ആൾക്കാരുണ്ട്, ഡ്രൈവിംഗ് സ്കൂൾ നടത്തുന്ന ആൾക്കാരുണ്ട്, അതുപോലെ തന്നെ അരിക്കച്ചവടം, അങ്ങനെ പല മേഖലയിലുള്ള ആൾക്കാരുണ്ട്. അവരാണ് ഈ അമ്പലത്തിനെ പ്രതിനിധീകരിക്കുന്നത്. എന്നാലും ആൾക്കാരെല്ലാവരും കൂടാറുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഉത്സവത്തിൻ്റെ അവസാന ദിവസം അന്ന് രാത്രി ആദ്യം ഒരു തോന്നികാവ് ഭദ്രകാളി ക്ഷേത്രത്തിൽ ചെന്നിട്ട് അവിടുന്ന് അമ്മൻകുടം അവർ പൂജയൊക്കെ ചെയ്തിട്ട് ഒരു 7 പേര് ആണുങ്ങൾ വ്രതമൊക്കെ എടുത്തിട്ട് അവർ അമ്മൻകുടം തലയിൽ വെച്ചിട്ട് അവർ നൃത്തങ്ങളും പാട്ടുമായിട്ട് പുറകെ സ്ത്രീകൾ താലമിട്ട് അവിടുന്ന് പുറപ്പെട്ടിട്ട് പോകുന്ന വഴിക്ക് പറ നൽകുന്ന വീടുകളിൽ നിന്ന് പറയൊക്കെ എടുത്തിട്ട് അവർ ഈ അമ്പലത്തിൽ വരുന്നു. അമ്പലത്തിൽ വരുമ്പോൾ അമ്പലത്തിൽ കയറുന്നതിന് മുമ്പായിട്ട് അവർ ഒരു കനൽ ഒരു ഏകദേശം ഒരു 5 മീറ്റർ ഒരു 1.5 മീറ്റർ വീതിയിലും ഇങ്ങനെ ആദ്യം വിറകെല്ലാം വെച്ച് കത്തിച്ചിട്ട് വിറകിൽ കനലായ ശേഷം കനൽ അവർ അടിച്ച് നിരത്തിയിട്ടാണ് അതിൻ്റെ മുകളിൽ വൈക്കോലിട്ടിട്ട് ചുറ്റും തെറിച്ച് പണിയൊക്കെ എടുത്ത് മാറ്റി. കാരണം മറ്റുള്ളവർ നടന്നു വരുമ്പോൾ കാലിൽ കയറാത്ത രീതിയിൽ. പക്ഷേ ഈ 2025 ഈ പ്രാവശ്യം എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ കാര്യങ്ങളെല്ലാം പ്ലാൻ ചെയ്ത് പോയെങ്കിലും ഒരു 10:45 മണിക്ക് പ്രതീക്ഷിക്കാത്തൊരു മഴ വന്നിട്ട് ഈ ആദ്യം ഉണ്ടാക്കിയിരുന്ന കനൽ ആ വിറകെല്ലാം തന്നെ കെട്ടുപോയി. പിന്നെ രണ്ടാമത് വിറക് എടുത്തിട്ട് അവർക്ക് കനൽ ഉണ്ടാക്കേണ്ടി വന്നു. അപ്പോൾ ഒരു 12:30 മണിക്ക് തീരേണ്ട ഈ സംഭവം 2:10 അടുത്ത കനൽ സെറ്റ് ചെയ്ത് വന്നപ്പോൾ ഈ മടലുകൊണ്ട് കനൽ ആയ ശേഷം അടിച്ച് പരത്തിയിട്ട് അത് ഒരാൾക്ക് നടന്നു പോകണമല്ലോ, അത് അതിന് ശേഷം വൈക്കോൽ അതിന് മുകളിൽ വിതറും, പിന്നെ കർപ്പൂരമൊക്കെ വെച്ച് ചുറ്റും കർപ്പൂരം വെച്ച് കത്തിക്കും. അതിന് ശേഷമാണ് ഈ അമ്മൻകുടം തലയിലേന്തിയ ആൾക്കാർ വരുന്നതും. അവർ ആദ്യം വാളേന്തിയ ഒരാളുണ്ട്, പുള്ളിയുടെ ദേഹം മാസകലം കുങ്കുമം വെളിച്ചെണ്ണ ചേർത്ത് ഇങ്ങനെ 2 പേരുണ്ടാവും. പെട്ടെന്ന് നമ്മൾ ചോര തേച്ചായിട്ട് തോന്നും, വാളുണ്ടാവും. അവർ നടന്നു പോകുന്നു. അതിൻ്റെ പുറകെ ഈ 7 അമ്മൻകുടം ഏറ്റെടുത്ത ഭക്തജനങ്ങളും കയറി പോകുന്നു. അപ്പോൾ അതിനുശേഷം ഒരുപാട് ആൾക്കാർ അവിടെ വന്ന് സാഷ്ടാംഗ പ്രണാമം ചെയ്യാറുണ്ട്. ഇതിന് ശേഷം പിന്നെ ഇവർ നേരെ പോകുന്നത് ഈ അമ്മൻകോവിൽ അമ്പലത്തിലോട്ടാണ്. അവിടെ മെയിൻ പൂജാരി ഇവരെ ആരതി ഒഴിഞ്ഞ് ഇവരെ സ്വീകരിച്ച് അമ്പലത്തിനകത്തോട്ട് കൊണ്ടുപോകും. പിന്നെ അവിടെ അതിൻ്റെ അകത്തും ചടങ്ങുകളുണ്ട്. അപ്പോൾ ആ ഒരു ചടങ്ങുകളാണ് ഈ പ്രാവശ്യം ഒന്ന് കവർ ചെയ്തത്. അപ്പോൾ ഇതിൽ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രതീക്ഷിക്കാത്തൊരു മഴ. അങ്ങനെ ഒരുപാട് നാളൊന്നും ഇവർ പുറകോട്ട് ഈ ഐതിഹ്യത്തിലൊക്കെ നോക്കിയാൽ അങ്ങനെ എപ്പോഴും മഴ വന്നിട്ടില്ലെന്നാണ് പഴമക്കാർ പറയുന്നത്. മഴ വന്നെങ്കിൽ തന്നെ അവരത് വളരെ നന്നായിട്ട് മാനേജ് ചെയ്തു. അടുത്ത വിറകളെ കൊണ്ടുവന്ന് കനലുണ്ടാക്കി ആ പാരമ്പര്യമായ രീതിയിൽ തന്നെ അവരത് നടത്തി. ഒരുപാട് ഭക്തജനങ്ങൾ കൂടിയിട്ടുണ്ടായിരുന്നു. ഇത് പല സ്ഥലത്തും ഉണ്ട്, നമ്മുടെ എറണാകുളം ടൗണിലൊക്കെ കുറവാണിത്. അപ്പോൾ ആ ആൾക്കാർക്ക് വേണ്ടിയാണ് നമ്മളിത് കവർ ചെയ്യുന്നത്. ഇവർ ഈ കനൽ കത്തിച്ച ശേഷം അമ്മൻകുടം തലയിലേന്തിയ ഭക്തർ ഇവർ വലം വെച്ച ശേഷം ആദ്യം കയ്യിൽ വാളുള്ള 2 പേരുണ്ടാവും. മേത്ത് ഈ വെളിച്ചെണ്ണ ചാലിച്ച് ചേർത്ത ആൾക്കാർ അവർ തലയിലും അമ്മൻകുടം ഉണ്ടാവും, കയ്യിൽ വാളായിരിക്കും. അവരാണ് ആദ്യം നടന്നു പോകുന്നത്, പുറകെ അമ്മൻകുടം ആൾക്കാർ നടന്നു പോകുന്നത്. അപ്പോൾ ഒന്ന് കണ്ടു നോക്കുക. ഓക്കെ, താങ്ക് യു.